നമസ്കാരം. ഗുജറാത്തിൽ നിന്ന് വേറൊരു വീഡിയോ. ഒറ്റ നോട്ടത്തിൽ ഇത് ചുവന്ന ചീരയാണെന്ന് നിങ്ങൾ പറയുള്ളൂ അല്ലേ? ഇത് ചുവന്ന ചീര പോലെ തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ ഇത് ചുവന്ന ചീരയല്ല. ഇതിന് ഗുജറാത്തിൽ രാജ്ഗർ എന്ന് പറയും. ഇതുണ്ടോ, കൊല കൊലയായിട്ട് നിൽക്കുന്നുണ്ടോ ഇതിൻ്റെ വിത്ത്? ഇത് ഉപയോഗിക്കുന്നത് ലഡു ഉണ്ടാക്കാനാണ്. പഞ്ചസാരപ്പൊടിയും ഗീ ഒക്കെ ഉപയോഗിച്ച് ചെറിയ ലഡു ഉണ്ടാക്കും. വിൻ്റർ സീസണിൽ കഴിക്കും. പിന്നെ ഇവർ ചില പ്രത്യേക ഫെസ്റ്റിവലിന് കഴിക്കുന്ന ഒരു ഭക്ഷണമാണ്, ഒരു സ്വീറ്റാണ് ലഡു. ഈ രാജ്ഗരാനും ലഡു എന്ന് പറയും. ഇവിടെ ഒറ്റ നോട്ടത്തിൽ ചുവന്ന ചീരയായിട്ട് തോന്നത്തുള്ളൂ. ഈ കൃഷിസ്ഥലവും കണ്ടോ, റോഡിന് തൊട്ടടുത്താണ്. ഇവരുടെ ഏറ്റവും വലിയ ബെനിഫിറ്റ് ഇതാണ്. എനിക്ക് ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് പറഞ്ഞു തന്ന ഈ രണ്ട് ചേട്ടന്മാരാണ്. ഷെപ്പേഡ്സാണ് അവർ പശുക്കളെ മേയ്ക്കാൻ വന്നേക്കുന്നതാണ്. ഇതിവരുടെ സ്ഥലമല്ല. കൃഷിയൊക്കെ കഴിഞ്ഞ് താഴെ വീണ് കിടക്കുന്ന വിത്തുകളൊക്കെ, ഇത് പരുത്തി കൃഷി കഴിഞ്ഞു, താഴെ വീണ് കിടക്കുന്ന വിത്തുകളൊക്കെ തിന്നാൻ വേണ്ടി പശുക്കളെ കൊണ്ടുവരുന്നതാണ്. പശുവിനെ മാലയൊക്കെ അണിയിച്ചിട്ടുണ്ട്. ഹലോ, സുനാം ഷേ. ഒരു രവിയാണ് എനിക്ക് ഈ സ്ഥലമൊക്കെ കാണിച്ചു തന്നത്. രവിയുടെ പശുക്കളാണ് ഇത് മുഴുവനും. ഇവിടുത്തെ പരുത്തിയെല്ലാം എടുത്തു. എന്നുണ്ടോ, പരുത്തി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, പഞ്ഞി. അതെ, ഇവിടെ ഈ ഒരു വിത്തിനകത്ത് വരേ വാ. എൻ്റെ കയ്യിൽ മൊബൈൽ ഇരിക്കുന്ന കണ്ടത് തിന്നാനുള്ള വസ്തുവാണെന്ന് കരുതി ഓടി വന്നതാണ്. പഞ്ഞിയൊക്കെ എടുത്തു. ചില അതുണ്ടോ ഇതിനകത്ത് കഷ്ണങ്ങൾ. ഈ ഒരു വിത്തിനകത്ത് പഞ്ഞി ബാക്കിയുണ്ട്. കുറച്ച് പഞ്ഞിയൊക്കെ ബാക്കി ഇരിപ്പുണ്ട്. ഞാൻ ഇതിനു മുമ്പുള്ള ഒരു വീഡിയോയിൽ കാണിച്ചായിരുന്നു ഗോതമ്പ്, ആവണക്ക്, പുകയില തുടങ്ങിയ കൃഷികൾ. ഇതിൻ്റെ ഉടമസ്ഥൻ, ഈ കൃഷി സ്ഥലത്തിൻ്റെ ഉടമസ്ഥൻ ചെയ്തിരുന്നത്, ഇവിടെ ഒരു ഏക്കറിൽ കൃഷി ചെയ്തിരുന്നത് പരുത്തിയാണ്. അതിൻ്റെ വിളവെടുപ്പ് കഴിഞ്ഞു. ഇനി ഇവർ കുറച്ച് നാളിങ്ങനെ ഇടും. അതിനുശേഷം ഇനി ഇവിടെ ഇടാൻ പോകുന്നത് ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങ് കൃഷി. ഇവിടെ ഇപ്പം വെള്ളമില്ലാത്തതുകൊണ്ടാണ് ഇത് ഹാർഡ് സോയിലായിട്ട് തോന്നുന്നത്. എന്നാലും അടുത്ത് വന്നു കഴിഞ്ഞാൽ മനസ്സിലാവും. ഉണ്ടോ, ഇവിടെയൊക്കെ സോയിൽ വളരെ സോഫ്റ്റാണ്. കൃഷി എടുത്തതിനാൽ വെള്ളം ഒഴിക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഹാർഡായിട്ട് തോന്നുന്നത്. ഇവിടെ തൊട്ടടുത്ത് ഗോതമ്പ് കൃഷി ചെയ്തിട്ടുണ്ട്. മാർച്ചിലാണ് ഇവിടെ സാധാരണ, മാർച്ച് മാസം അവസാനം ആകുമ്പോഴത്തേക്കുമാണ് ഗോതമ്പ് ഹാർവെസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഇതിനടുത്ത് തന്നെ ചെറുജീരകം കൃഷി ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നത് ചെറുജീരകമാണ്. പൂത്ത് വരുന്നേ ഉള്ളൂ, പൂക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിങ്ങനെ കൃഷി സ്ഥലമൊക്കെ നോക്കാൻ വന്നു കഴിഞ്ഞാൽ ഇവർ ഹാർവെസ്റ്റ് ചെയ്യുന്ന സമയമാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ വെറുതെ തരും. പൈസ ഒന്നും മേടിക്കത്തില്ല. വളരെ സ്നേഹമുള്ള മനുഷ്യരാണ്. നമ്മൾ നാട്ടിൽ ഗുജറാത്തിനെ കുറിച്ച് കേൾക്കുമ്പോൾ പലർക്കും പല അഭിപ്രായമാണ്. ഇവർ മലയാളികളെ അകറ്റി നിർത്തുന്നവരാണോ, മലയാളികളോട് ബഹുമാനമുള്ളവരാണോ, സ്നേഹമുള്ളവരാണോ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. വളരെ നല്ല മനുഷ്യരാണ് ഇവർ.
ഒരു പരിചയമില്ലാത്തവർ ഇവരെ അടുപ്പിക്കത്തില്ല. നമ്മളാണല്ലോ അങ്ങനെയല്ലേ, ഒരു പരിചയമില്ലാത്തവരെ നമ്മൾ അടുപ്പിക്കില്ല. അന്യനാട്ടിൽ നിന്ന് ബംഗാളികളോ ആസാമികളൊക്കെ ആണെങ്കിൽ ഒരു പരിചയമില്ലെങ്കിൽ നമ്മൾ അധികം അടുപ്പം കാണിക്കത്തില്ല. പക്ഷേ ഇവിടെ ഞങ്ങളൊക്കെ വർഷങ്ങളായി താമസിക്കുന്നത് കൊണ്ട് ഞങ്ങളെ പരിചയമുണ്ട്, കണ്ട് പരിചയമുള്ളതുകൊണ്ട് ഇവരുടെയൊക്കെ ഫാമിൽ വന്നു കഴിഞ്ഞാൽ വളരെ സ്നേഹപൂർവ്വം പെരുമാറും. ഞാൻ പറഞ്ഞില്ലേ, പല സാധനങ്ങളും ഇവർ നമുക്ക് ഗിഫ്റ്റായിട്ട് തരും. ഇതാണ് മെയിൻ റോഡ്. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.